വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ അവസാന ഘട്ടത്തിലേക്ക്. നാളെയോടെ തിരച്ചിലിന്റെ ആദ്യഘട്ടം പൂർത്തിയാകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. മലപ്പുറം, വയനാട് ജില്ലകളിൽ നടന്ന തിരച്ചിലിൽ ഇന്ന് മൃതദേഹങ്ങളോ മൃതദേഹാവശിഷ്ടങ്ങളോ ലഭിച്ചിട്ടില്ല. ചൂരൽമലയിൽ പാറകൾക്കിടയിൽ നിന്ന് കവറിൽ കെട്ടിയ നിലയിൽ 4 ലക്ഷം രൂപ കണ്ടെത്തി. ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം, ചൂരൽമല, അട്ടമല, മലപ്പുറം ജില്ലയിലെ ചാലിയാറിന്റെ തീരങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു 16ാം ദിവസത്തെ തിരച്ചിൽ. ചൂരൽമല സ്കൂൾ റോഡിൽ ഫയർഫോഴ്സും സിവിൽ ഡിഫൻസ് സംഘവും നടത്തിയ തിരച്ചിലിൽ 4 ലക്ഷം രൂപ കണ്ടെടുത്തു. പാറകൾക്കിടയിൽ കവറിൽ കെട്ടിയ നിലയിൽ 4 ലക്ഷം രൂപ കണ്ടെത്തുകയായിരുന്നു. നിലമ്പൂരിൽ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ 4 ഭാഗങ്ങളായിട്ടാണ് ചാലിയാറിൽ തിരച്ചിൽ നടക്കുന്നത്. തിരച്ചിലിന്റെ ആദ്യഘട്ടം നാളെ അവസാനിക്കും. നാളെ അവസാനിപ്പിക്കുന്ന നമ്മൾ തീരുമാനിച്ചിട്ടില്ല. അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നാളത്തോടു കൂടി നേരത്തെ പറഞ്ഞത് തെരച്ചിലിൻ്റെ ഒരു പ്രത്യേക ഘട്ടം അവസാനിക്കും എന്നാണ്. പക്ഷേ സേനയിലെ നമ്പർ ആളുകൾ നമ്മുടെ കയ്യിൽ റിസർവിലുണ്ട്. ഏത് ഘട്ടത്തിലാണെങ്കിലും അത് അന്വേഷിക്കാൻ കഴിയുന്നത്. സന്നദ്ധ പ്രവർത്തകരുടെ ഇതുവരെയുള്ള സേവനത്തെ സർക്കാർ വിലമതിക്കുന്നുവെന്നും എന്നാൽ അപകടകരമായ സ്ഥലങ്ങളിലേക്ക് ഒറ്റയ്ക്ക് തെരച്ചിലിന് പോകാൻ സന്നദ്ധ പ്രവർത്തകർ തയ്യാറാകരുതെന്നും മന്ത്രി പറഞ്ഞു. ആവശ്യമെങ്കിൽ ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചാൽ ഉദ്യോഗസ്ഥർക്കൊപ്പം ഇനിയും പരിശോധന നടത്താമെന്നും മന്ത്രി വ്യക്തമാക്കി. ഉരുൾപൊട്ടലിന്റെ കാരണം തേടി ഭൗമശാസ്ത്ര വിദഗ്ധൻ ഡോക്ടർ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള സംഘം നടത്തുന്ന പഠനം ഇപ്പോഴും തുടരുകയാണ്. മീഡിയ 1, വയനാട്.